ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ രാഷ്ട്രം ഒരു പരമാധികാര തിരുസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എന്ന് പറഞ്ഞാൽ സർവമതത്തിനും തുല്യ പ്രാധാന്യം. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോ നമ്മുടെ ഭരണഘടനയുടെ 17ാം അനുച്ഛേദത്തിൽ പറയുന്നത് അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ എന്നാണ്. അതായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നമ്മൾ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് തനി ജാതി സമ്പ്രദായത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വാർഡിൽ ഏത് സമുദായമാണോ ഏത് ജാതിയാണോ ഏറ്റവും കൂടുതൽ അംഗങ്ങളായിട്ട് വരുന്നത് ഒരു മണ്ഡലത്തിൽ, ഒരു പഞ്ചായത്ത് വാർഡിനെയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഒരു നായർ സമുദായത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത പാർട്ടി അത് ഏതായാലും ചെയ്ത് തന്നെ അവരും അതേ സമുദായത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് നിർത്താറ് പതിവുള്ളത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ആ കഴിഞ്ഞകാല ദുഷ്പ്രവണതയെ ഉണർത്തുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം ഇതുവഴി മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെ കോർണർ ചെയ്യുകയാണ്. അവർക്ക് കൂടി ജാതിയെ പിന്താങ്ങേണ്ട ഗതികാട്ടിൽ മിക്കതിൽ ആ മണ്ഡലത്തിലുള്ള ആളുകളെ മുഴുവനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ജാതി വ്യവസ്ഥയിലേക്ക് തള്ളിയിടുന്നതായിട്ട് കാണാം. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ഭരണവിരുദ്ധമാണ്. ഇത് ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനം അതിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, നമ്മുടെ അസംബ്ലികളിലേക്കും പാർലമെന്റിലേക്കും ഇതേ പ്രവണതയാണ്. നമ്മളിപ്പോ വിശ്വസിച്ചിരിക്കുന്നത് ഇവിടെ ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ലെന്നാണ്. ചാതുവർണ്ണ വ്യവസ്ഥ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന നാണിപ്പിക്കുന്ന തരത്തിലുള്ള ജാതി ചിന്തയാണ് നമ്മളെല്ലാം നേരം വെളുക്കുമ്പോൾ ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ. ഇത് മതാധിഷ്ഠിത രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. അഥവാ അധികാരത്തിൽ കയറി വരുന്നതിനുള്ള ഒരു കുറുക്ക് വഴി എന്നുള്ള നിലയില് സ്വന്തം സമുദായങ്ങളെ വിജയിപ്പിക്കുക എന്ന ആ വ്യവസ്ഥ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം അവരെയും ജാതി ചിന്തയിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യം വളരെ വ്യക്തമായി പറഞ്ഞാല് മതഭ്രാന്തിന്റെ ഒരു കല്ലുംപിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മുതൽ പിടിക്കുന്നത് പോലാണ് ഇപ്പൊ ജാതിയെ നമ്മൾ പിടിച്ചിരിക്കുന്നത്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പറയുന്ന ഈ രാജ്യത്ത് ഭരണാധികാരികളും ഭരണഘടനയുടെ തണലിൽ ജാതി വ്യവസ്ഥിതി വളർത്തിക്കൊണ്ടുവരികയാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മെമ്പർ കൊള്ളുകയാണ്. സോഷ്യലിസം ഒരു വശത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കപട ജനാധിപത്യ മുഖം മൂടിയാണ് അണിഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഇപ്പൊ തന്നെ അറിയാം, ഒരു മറയും കൂടാതെ ജാതി പറയുന്ന, വർഗീയത പറയുന്ന ഒരു നാടായി നമ്മുടെ ഈ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ടാണ് ഭാരതത്തെ ലോകം അറിയപ്പെടുന്നത്. അവരുടെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതെല്ലാം ബാലെ നിരാകരിച്ചുകൊണ്ടാണ് അധികാര ഭ്രാന്തന്മാർ, രാഷ്ട്രീയ പുസ്തക മുതലാളിമാരുടെ പിൻതലമുറക്കാർ നമ്മൾ ജനങ്ങളെ വിഭജിച്ച്
ജാതി കോമരങ്ങളാക്കി മാറ്റുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ രക്തത്തില് നൂറ്റാണ്ടുകളായി അഴിഞ്ഞു കിടക്കുന്ന ഈ ദുഷ്കർമ്മങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം പോലും ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് യാതൊരു മറയും കൂടാതെ, യാതൊരു നാണവും മാനവുമില്ലാതെ കാക്കാള ജന്മിത്വത്തിന്റെ അതേ സ്വഭാവം വർഗീയതാണ് ഇവിടെ പുനഃസ്ഥാപിക്കുവാൻ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ നാമധേയത്തിൽ ഒരു ഗ്രാമത്തിൽ സഹവർത്തിത്വത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സമചിത്തതയോടുകൂടി ശാന്തമായി ജീവിക്കേണ്ട ആളുകളെ ഭിന്നിപ്പിച്ചു നിർത്തി അവരെ ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര കുടിക്കുന്ന ഈ കുറുക്കൻ രാഷ്ട്രീയ സംവിധാനമാണ് നമ്മൾ രാജ്യത്ത് നടക്കുന്നത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ തികച്ചും ഒരു സ്വരാജായി കാണുവാനാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാഷ്ട്രപിതാവ് അടക്കമുള്ള ആ പൂർവികന്മാർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള മഹത്വം രഹസ്യമായ ഒരു ഭരണഘടന, ലോകോത്തരമായ ഒരു ഭരണഘടനയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഉള്ളവയിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഭരണഘടന പുച്ഛമായി തോന്നുന്നത്. ഇവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്രിതല പഞ്ചായത്തുകളിൽ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചായത്ത് രാജിലൂടെ. പക്ഷെ ഇവിടെ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ജാതിയുടെയും മതത്തിന്റെയും മറയിലൂടെ തന്നെ അതുപോലെ തന്നെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ പഞ്ചായത്ത് രാജിയെ അധപതിച്ചിരിക്കുന്നു. അധികാര വികേന്ദ്രീകരണത്തിന് പകരം അഴിമതി വികേന്ദ്രീകരണമാണ് നമ്മുടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി, നമ്മുടെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 79 വർഷമായി ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്ന പരമാധികാരം, സ്ഥിതിസമത്വം, അതേപോലത്തെ ജനാധിപത്യ റിപ്പബ്ലിക് ജനരേഖയാണ്, ഏക്കിലെ പശുവാണ്. ഇവിടെ മതേതരത്വമില്ല, പരമാധികാരമില്ല, സ്ഥിതിസമത്വമില്ല, ഇവിടെ ഒന്നുമില്ല. ഈ ജനങ്ങളെ മുഴുവനും ഒപ്പിച്ച് 148 കോടി വരുന്ന ജനങ്ങളെ മുഴുവനും കൊള്ളയടിക്കാൻ വേണ്ടി അവരുടെ സമ്പത്ത് മുഴുവനും ഖജനാവിൽ വരുന്നത് അത് പങ്കിട്ടെടുക്കുക എന്ന ഒരു പ്രാകൃത നിലവാരത്തിലുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 5 ലക്ഷം രൂപയോ മറ്റോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അങ്ങനെ അവരവരുടെ മണ്ഡലങ്ങളനുസരിച്ച് താഴ്ന്ന നിലവാരത്തിലുള്ള ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയാണ് ചെലവഴിക്കാൻ കഴിയുന്നതെങ്കിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ചായിരിക്കും സ്ഥാനാർത്ഥികൾ നമ്മളെ പാവപ്പെട്ടവന്റെ വോട്ട്, അവരുടെ ദൗർബല്യം മനസ്സിലാക്കിയ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങുന്നത്. അതും ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ്, പൗരന്മാരെ അവഹേളിക്കുകയാണ്. പൗരന്മാരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നതാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും വോട്ട് ചെയ്യുവാനുമുള്ള പരമാധികാരം ഭരണഘടന ഉറപ്പുവരുത്തുന്ന നാട്ടിലാണ് കൈക്കൂലി കൊണ്ട് തോറ്റു വാങ്ങുന്നത്. എത്ര മ്ലേച്ഛകരമായ പ്രവർത്തനമാണ്. നമ്മൾ പ്രബുദ്ധരാണ്, സാക്ഷരരാണെന്ന് പറയാൻ എന്റെ അവകാശമാണ് നമുക്കുള്ളത്. 9,000 രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഓണറേറിയം കൊടുക്കുന്നത്. ആ ഓണറേറിയം കൊണ്ടൊരു പഞ്ചായത്തിലെ ഒരു മെമ്പർക്ക് അവന്റെ കുടുംബത്തെ പോറ്റാനോ അവന് തന്നെ ജീവിച്ചു പോകാനോ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഓണറേറിയം കൊടുക്കുന്നത്? അതൊരു സ്ഥിര ശമ്പളമാക്കി മാറ്റിയാൽ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കില്ല. ഈ 9,000 രൂപക്കാരൻ ചെലവഴിച്ച മുഴുവൻ കടം വാങ്ങിച്ച മുഴുവൻ പണവും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് 5 വർഷം അവിടെ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി റോഡിനോ കിണർ കെട്ടുന്നതിനോ പുരവിക്കുന്നതിനോ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ 60% കോൺട്രാക്ടറും രാഷ്ട്രീയ പാർട്ടിക്കാരും മെമ്പർമാരുടെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മുടെ വീടുകൾ ചോർന്നൊലിക്കുന്നത്. അവരുടെ തട്ട് റൂഫ് അതൊന്നും അവരുടെ തലയിൽ വീഴുന്നത്. കക്കൂസും കുളിമുറിയും ഉപയോഗിക്കാൻ കൊള്ളാത്ത വിധത്തിൽ പണിഞ്ഞെടുക്കുന്നത്. അതായത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് സാമഗ്രികൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഗുണനിലവാരം ഇല്ലാത്തതായിരിക്കും, നിർഗുണമായിട്ടുള്ളത്, ഒരു ഗുണമില്ലാത്ത മൂന്നാം തരം സാധനങ്ങൾ ഉപയോഗിച്ച് പാവപ്പെട്ടവന്റെ തലയിൽ വീഴത്തക്ക വിധത്തിൽ കൂര പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പൂർണ്ണമാകില്ല. എത്രയോ കോളനികൾ ഇപ്പോഴും അപൂർണതയിൽ കിടക്കുന്നു. എത്രയോ ആദിവാസികൾക്ക് യാതൊരുവിധ സൗകര്യമില്ലാതെ ഉന്നതി എന്ന പേരിട്ടാൽ മാത്രം മതിയോ? അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല, വഴികളില്ല, ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഒരർത്ഥത്തിൽ ഒരു സ്വയംഭരണ സാമ്രാജ്യമാക്കി മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം തൊട്ട് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കരുതലുകളും അവിടെ സ്വയം എടുത്ത് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതല. പക്ഷെ നമ്മൾ നോക്കും, നമുക്ക് ഒരു വഴിയിലൂടെങ്കിലും സുഗമമായിട്ട് നടന്നു പോകാൻ പറ്റുമോ? ഒരു വഴിക്കെങ്കിലും ഫുട്പാത്ത് ഉണ്ടോ? നമ്മൾ നടപ്പാതയുണ്ടോ? വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ളതല്ല, യാത്രക്കാർക്ക് കൂടി സഞ്ചരിക്കാനുള്ളതാണ് വഴി, ഗതാഗതത്തിനുള്ളതാണ് വഴി. അവിടെ റോഡിന്റെ ഇരുവശവും ഫുട്പാത്ത് പണിയിട്ട് മാത്രമേ റോഡുകൾ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നതാണ് വാസ്തവം. പക്ഷേ ഒരിടത്തും ഈ നടപ്പാത ഇല്ലെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ചെയ്താൽ റോഡിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ മുക്കാലും അടിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അടിച്ചു മാറ്റുന്ന അഴിമതി വികേന്ദ്രീകരണം, മുകൾ തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ അധികാര വികേന്ദ്രീകരണത്തിന് പകരം തങ്ങളുടെ രാഷ്ട്രീയ കുഞ്ഞാടുകൾക്ക്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ പഞ്ചായത്ത് മെമ്പർമാരാക്കി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർക്കൊരു ഉപജീവനം, ഒരു തൊഴിലും പാർട്ടിയുടെ സന്നദ്ധ ഭടന്മാരാണെന്ന ഊച്ചുപറച്ചിൽ മാത്രമേ ഉള്ളൂ. അവനോട് മോഷ്ടിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രചോദനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓണറേറിയം വെക്കുന്നത്. ഈ ഓണറേറിയന് ഒരു 25,000 രൂപയെങ്കിലും ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനമൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാം തരം സാമഗ്രികൾ ഉപയോഗിച്ച് നമ്മുടെ റോഡ് നിർമ്മിക്കാൻ കഴിയും. വർഷങ്ങളോളം അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വർഷങ്ങളോളം അങ്ങനെ ഉപയോഗിക്കുന്ന ലൈഫ് ഹൗസിലോ അല്ലാത്ത ഹൗസുകളിലോ നമുക്ക് സ്വസ്ഥമായി ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുമോ? മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുമോ? പരിസ്ഥിതി മലിനീകരണമാണ്. ആരോഗ്യ കേരളം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എവിടെയും കുറച്ച് പ്ലാസ്റ്റിക് വാരിക്കൊണ്ട് പോകുന്നു, അവര് അത് സംസ്കരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും അത് വാരിയിട്ട് കത്തിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് വായു മലിനീകരണം, പ്രാണവായുവിന്റെ അഭാവം, പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ കുടിവെള്ളമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഴി വെള്ളം കുടിക്കാൻ കൊള്ളില്ല. പോളി ഫോംസിന്റെ അളവ്, അതിലുള്ള വിസർജ്യ വസ്തുക്കളിലുള്ള ഒരു രീതിയാണ് ഈ പറയുന്നത്. അത് അളവിലെ 10-100 ഇരട്ടിയാണ്. ആ വെള്ളം നമ്മൾ തിളപ്പിച്ച് അല്ലാതെ കഴിക്കാനേ പറ്റില്ല. തിളപ്പിച്ചാലും അത് കുടിക്കാൻ അത്രയ്ക്ക് സ്മെല്ലാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയാമല്ലോ. സമീകരണ ആഹാരം, ബാലൻസ്ഡ് ഫുഡ്, അത് കഴിക്കുന്ന അമ്മയ്ക്കുണ്ടാകുന്ന കുട്ടികളെ ആരോഗ്യമുള്ള കുട്ടികളാവുകയുള്ളൂ. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കുന്നതിനാണ് അടിത്തട്ട് ശക്തമാക്കണം എന്ന് പറയുന്നത്. കാർഷിക രംഗം ശക്തമാക്കണം. ഇന്ത്യയുടെ ആത്മാവ് വിമർശിക്കുന്നത് എവിടെയാണ്? ഗാന്ധിജി പറഞ്ഞു അത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ്. ഇന്ന് ഗ്രാമങ്ങൾ രോഗഗ്രസ്തമായി കഴിഞ്ഞിരിക്കുന്നു. സമീകൃതാധാരം ഉന്നതന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, പുസ്തക മുതലാളിമാര് അതങ്ങനെ ഒരു വിഭാഗത്തിനും റിസർവ് ചെയ്തിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് കിട്ടുന്നേ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആശുപത്രികള്
എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാജഭരണകാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് ശമ്പളം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ രാജകൽപ്പന അനുസരിച്ച് കുറഞ്ഞ ശമ്പളമാണ്. എന്നാൽ രോഗികളുടെ എണ്ണം കുറയുമ്പോൾ അവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുമായിരുന്നു. അതായിരുന്നു ചികിത്സാ സമ്പ്രദായത്തിന്റെ ആകത്തുക. ഇന്നെന്താണ് നമ്മുടെ ഗ്രാമനിവാസികൾക്ക് രോഗങ്ങൾ അധികരിച്ചു വരുന്നത്? നമ്മുടെ പരിസ്ഥിതി പരിപൂർണമായും മലീമസമാണ്. ഈ ജാതിമത ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആളുകളെ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഗ്രാമീണ ജനങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട കരുതലുകൾ, അതായത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞു വന്നതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗം അത് കൊടുക്കണം. ഉണ്ടാക്കി കൊടുക്കേണ്ടത് കടമയാണ്, കർത്തവ്യമാണ് ഭരണകൂടത്തിന്റെ. ഭരണത്തിലേറിയിരിക്കുന്ന ഭരണാധികാരികളുടെ കുടുംബത്തിൽ നിന്നോ സന്നദ്ധ വീട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന പണം വേണ്ട ഇവിടെ. നികുതി പണം, ഈ പാവങ്ങളിൽ കൊടുക്കുന്ന നികുതി പണം തിരിച്ചിങ്ങോട്ട് ചാനലൈസ് ചെയ്യണം, ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം. അത് സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോകരുത്, അത് ശിശുരാജ്യത്തിലേക്ക് കൊണ്ടുപോകരുത്. വിദേശ രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും അന്തർദേശീയ ആയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനെ തിരിച്ചുകൊണ്ട് പോകരുത്. ഈ ഭരിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളും, ഒരാളെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാം, ഒരു കടിഞ്ചായ വാങ്ങിച്ച് കുടിക്കാൻ കാശില്ലാതിരുന്ന എന്റെ കൂടെ പ്രവർത്തിച്ച എന്റെ നാട്ടിലെ എന്റെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച നിരവധി ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുണ്ട്. ഒരു നേരത്തെ ആധാരത്തിന് നിവർത്തിയില്ലാതെ കരഞ്ഞിരുന്ന ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിരുന്ന നേതാക്കന്മാർക്ക് ഇന്ന് അത് തലമുറകളോടും തിന്നാനുള്ള സമ്പത്താണ് ഉണ്ടാക്കി വെച്ചു. സോഷ്യലിസവും കമ്മ്യൂണിസവും പറയുന്നത് അടക്കമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്തരം വിഭാഗീയ ചിന്താഗതി ഒഴിവാക്കിയിട്ട് നമ്മുടെ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാവം ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അവരുടെ ഖജനാവിൽ നിന്നൊലിക്കുന്ന പണവും പറ്റിച്ചുകൊണ്ടു പോകുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ അഴിമതി വികേന്ദ്രീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പോരാടാനുള്ള ഏക ശക്തി അത് ഇവിടുത്തെ ജനങ്ങളെ വോട്ടർമാരാണ്. ഇത് തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. ബന്ധവും സ്വന്തവും ജാതിയും പറഞ്ഞ് ഈ പാവങ്ങളുടെ പണം പറ്റിച്ചെടുത്ത് ഓണറേറിയന് പകരം കത്തികെട്ടാൻ വേണ്ടി കത്തിയിലെന്നുള്ള തത്വം ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ 50% പണം അടിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് തടയിടാൻ പൗരന്മാർക്ക് കഴിയുന്നില്ല? പൗരന്മാർക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവകാശങ്ങൾ അനുഭവിക്കുന്ന നമ്മളെ പോലുള്ള പൗരന്മാർ എന്ത് ചെയ്യണം? അവന്റെ കടമ കൂടി നിർവഹിക്കണം. അവന്റെ കടമ കൂടി. വോട്ട് ചെയ്താൽ മാത്രം പോരാ, വോട്ട് ചെയ്ത അധികാരത്തിൽ ഏറ്റുന്നവർ എന്തെല്ലാം ചെയ്യുന്നു? ഈ പാവപ്പെട്ടവരുടെ പണം പങ്കിട്ടെടുത്തു പോവുകയാണോ? ആണെങ്കിൽ അവനെ പിടിച്ചു നിർത്തണം. അവനെ 50 സെക്കൻഡിൽ അവന്റെ അംഗത്വം പുറത്താക്കപ്പെടുന്നതിനുള്ള നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ ഇപ്പോഴും ഉണ്ട്, അറിയാത്തത് കൊണ്ടാണ്. ഈ പഞ്ചായത്തി രാജിന്റെ കാര്യം വന്നപ്പോൾ അതിനകത്ത് പ്രത്യേകം ഒരു പരാമർശം ഉണ്ടായിരുന്നു. അഴിമതിക്കാരായിട്ടുള്ള മെമ്പർമാരെ ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള നിയമം, പുറത്താക്കുന്നതിനുള്ള നിയമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചില കുബുദ്ധികളുടെ ഇടപെടൽ മൂലം പഞ്ചായത്തി രാജിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവർക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പണം വേണം. പണം എങ്ങനെയാണ് അതുണ്ടാക്കുന്നത്? കർഷക തൊഴിലാളികളും കർഷകരും കശുവണ്ടി തൊഴിലാളികളും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് പോലല്ല രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും പണം ഉണ്ടാക്കുന്നത്. അവര് മെയ്യടങ്ങാതെ അധികാര കസേരയിൽ, കടങ്ങുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇന്നലെ വരെ ഒരു നേരത്തെ ആഹാരം വയറുവെച്ച് കഴിക്കാനില്ലാത്ത പഞ്ചായത്ത് മെമ്പർമാരും പാർട്ടി MLA മാരും 5 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ
അവരുടെ ആകാര രൂപം തന്നെ ഉണ്ടല്ലോ മാറിയിരിക്കുന്നു, അവരുടെ കളറ് മാറിയിരിക്കുന്നു, അവരുടെ കളറും മനസ്സും മാറിയിരിക്കുന്നു. അവര് ശമ്പളം പറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാരെ പിന്നെ ഭൂശാസ്ത്രിയുടെ ചിന്തയാണ്, തെറ്റി ഭൂശാസ്ത്രിയുടെ ചിന്തയാണ്. അവൻ പിന്നീട് ഒരിക്കലും താഴോട്ട് വരില്ല, മേലോട്ട് പോവുകയുള്ളൂ. സാധാരണക്കാരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസം അത് കമ്മ്യൂണിസമായി മാറിയിരിക്കുന്നത്, ജാതി അധിഷ്ഠിതമായി മാറിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരിൽ പോലും അതിന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽ അത് ഏതാണെന്ന് നോക്കിയിട്ടാണ്, അതിനനുസരിച്ചാണ് സ്ഥാനാർത്ഥി നോക്കുന്നത്. ഇത് ജനാധിപത്യമല്ല. ഇത് നമ്മുടെ പഞ്ചായത്ത് രാജിനെ, നമ്മുടെ പഞ്ചായത്തുകളെ അധികാര വികേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനല്ല. അവിടെ എല്ലാം അഴിമതി പകർത്തിയെടുക്കുക എന്നുള്ള അഴിമതിയുടെ സാമ്രാജ്യമാണ് ഇന്ന് ഭാരതം. വളരെ കുറച്ചു കാലം 79 വർഷം കൊണ്ട് ശതകോടീശ്വരന്മാരെയാണ് ഇവിടെ പടച്ചുവിട്ടത്. കോടിക്കണക്കിന് പട്ടിണി പാവങ്ങളെ ഇവിടെ സ്ഥിതിച്ചിരിക്കുന്നു. ആ പാവങ്ങൾക്ക് ഒരു ഗതിയില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്ന ജോലി തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ ചെയ്യുകയാണ്. ആശാ വർക്കേഴ്സിന്റെ കഥ നിങ്ങൾ എടുത്ത് നോക്കൂ. 253 രൂപ മറ്റമാണ് മിനിമം കൂലി പ്രഖ്യാപിച്ച ഈ രാജ്യത്ത്. അത് നടപ്പിലാക്കി കൊടുക്കാതെ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്ക് ഇത്തരത്തിൽ ഒരു മിനിമം കൂലി 200 രൂപ കൊടുക്കുന്നതിന് ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ അത് കൊടുക്കില്ല. അങ്ങനെ വന്നാലേ ഈ തൊഴിലാളികൾ രക്ഷപ്പെട്ടു പോകും. കൊടി പിടിക്കാനും അടി കൊടുക്കാനും കൊലപാതകം നടത്താനും പിന്നീട് ഇവിടെ ആരും കാണില്ല എന്ന് അവർക്കറിയാം. ഇവിടെ ദാരിദ്ര്യം ശാശ്വതമായി നിർത്തിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് കുശാലായിട്ട് പലതും കഴിക്കാനും കോടികൾ വിലയാറുന്ന കൊട്ടാര സദൃശമായ കാറുകളിലും മറ്റും കൊടികൾ കെട്ടി പാഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിയാത്ത തൊഴിലാളികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ ഇത് ജാതി, ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജാതി പറയുകയാണ്. ജാതി പരസ്പരം സാഹോദര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഗ്രാമസ്ഥലങ്ങളിൽ ജീവിക്കേണ്ട, ഗ്രാമങ്ങളിൽ താമസിക്കേണ്ട ആളുകളെ ഒട്ടും ക്രൂരതയാണ് അവരോട് കാണിക്കുന്നത്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവനെ ഒറ്റതിരിഞ്ഞ് വേർതിരിച്ച് ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾക്ക് അപ്പുറം ഇപ്പുറം നിർത്തി കൊലപാതകങ്ങൾ നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ 9-ാം തീയതി നമ്മളെല്ലാം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നീങ്ങുകയാണ് വോട്ട് ചെയ്യാനായി. നിങ്ങൾ ശാന്തമായിരുന്ന് ആലോചിക്കണം. മതം പറഞ്ഞു വരുന്നവനെയും ജാതി പറഞ്ഞു വരുന്നവനെയും ആട്ടിപ്പുറത്താക്കണം. മനുഷ്യനെ സ്നേഹിക്കണം. പരസ്പര സ്നേഹമാണ് പരമാനന്ദ നിദാനം. ഭക്ഷണത്തേക്കാൾ പരമമായ ഒന്നാണ് മനസമാധാനം. മനസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാനും നമ്മുടെ കോശങ്ങളെ ബലപ്പെടുത്താനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും കഴിയുള്ളൂ. സംഘർഷപരിതമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് കാലുഷ്യം നിറഞ്ഞ ഒരു മനസ്സാണ് ഉണ്ടാവുക. അവന്റെ ശരീരത്തിൽ എപ്പോഴും വിഷദ്രാവകം, ഒരു വിഷവസ്തു പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ പട്ടി കടി കൂടുന്നത് പോലെ കടിക്കാൻ ചെല്ലുന്നത്, കടാരയിലെത്ത് മറ്റുള്ള നെഞ്ചത്തിറക്കി ഇറക്കുന്നത്. 52ഉം 60ഉം വെട്ടൊക്കെ വെട്ടി ഒരുത്തരെ കൊല്ലാൻ തോന്നണമെങ്കിൽ അവ മനുഷ്യനല്ല മൃഗതുല്യനായ ചിന്താഗതി വളർത്തിയെടുക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മാനോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരാളിനെ കാണുമ്പോൾ ചിരിക്കുന്നത് മതം ചോദിച്ചിട്ടല്ലോ, അവിടെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് മതം നോക്കിയിട്ടല്ല. വഴിയരിയിൽ മറഞ്ഞു വീണ് കിടക്കുമ്പോൾ വഴിപോക്കൻ നമ്മളെ താങ്ങിയെടുക്കുമ്പോൾ അവന്റെ മതം ചോദിച്ചിട്ടല്ല. മനുഷ്യത്വം അതെല്ലാവരും ഒരുപോലെയാണ്, എല്ലാ രാജ്യത്തും ഒരുപോലെയാണ്. വിശപ്പെന്ന് പറയുന്ന വികാരം ലോകത്തുള്ള ഏതൊരു ജീവിക്കും ഉള്ളതുപോലെ മനുഷ്യനുണ്ട്, ഏത് മതക്കാരനുമുണ്ട്. അതുകൊണ്ട് മതക്കാരോട് മനസ്സിലാക്കണം, പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. മതം ഏതായാലും മനസ്സ് നന്നാക്കണം. മനുഷ്യൻ നന്നാകുന്നതിന് ആദ്യപടി മനസ്സ് നന്നാക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ അവന്റെ ഭൗതിക പശ്ചാത്തലം അത് ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രാഥമിക കർമ്മമാണ് നമുക്കുള്ളത്. നമ്മുടെ ഗ്രാമീണ പഞ്ചായത്തുകൾ എല്ലാം സ്വകാര്യമായി മാറണം. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം വിഷമയമല്ലാത്ത സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് അതുകൊണ്ട് അതൊക്കെ സംസ്കരിച്ച്
നമുക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് കഴിച്ചിട്ട് അധികം വരുന്നത് വിറ്റ് കാശാക്കാനുള്ള അവകാശം ഉണ്ടാവണം. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ പരമാധികാരികളാണ്. ഈ രാജ്യത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഉടമകളെ ഉണ്ടാക്കിയത് മനോരോഗികളാണ്. ജാതിയും മതവും ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുരഭിമാനികളാണ്. ദുരഭിമാനം ഒരു മനോരോഗമാണ്. ഉള്ളിൽ ഊടിക്കൂടും കരകലം പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു വ്രണമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈ പ്രതിരോധ ശക്തി നശിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് അണുക്കൾ കിടക്കുമ്പോൾ നമ്മുടെ വെളുത്ത ശ്വേതാണുക്കളുണ്ടല്ലോ രക്തത്തിൽ, അതുമായി ഏറ്റുമുട്ടുമ്പോൾ അത് പഴുക്കും. ആ പഴുത്തതിന്റെ ക്ഷലം നമ്മുടെ ശരീരത്തിൽ കൂടി കെട്ടിക്കിടന്നാൽ അതൊന്ന് സ്പർശിച്ചു നോക്കിയാൽ, സ്മെല്ല് ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നമ്മൾ അതിനോട് യോജിക്കുകയില്ല. നമുക്ക് ഓർക്കാനും വരും, ശ്രദ്ധിക്കാൻ വരും. അതുപോലെയാണ് ഈ ജാതിയും മതവും ചിന്ത. ആ ജാതി മത ചിന്തയും അതുപോലെ തന്നെയാണ്. ദുഷിച്ച മനസ്സുകളിൽ നിന്ന് മാത്രമേ ഇത്തരം വികാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വന്യമായ മനസ്സിന്റെ ഉടമകളാണ് ഈ മതഭ്രാന്തന്മാര്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. നമ്മുടെ ഗ്രാമത്തിൽ സമാധാനം പുലരണമെങ്കിൽ, ജനാധിപത്യം പുലരണമെങ്കിൽ, ഈ നാട് വികസിക്കണമെങ്കിൽ അച്ചടക്കമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അമ്മമാരെ ബഹുമാനിക്കുന്ന, അവർക്ക് 5000 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ഖജനാവിൽ പൈസ ഇല്ല. ഒരു ചർച്ചയും കൂടാതെ പാർലമെന്റിലും അസംബ്ലികളിലും അവരുടെ ശമ്പളം കൂട്ടുന്നതിന് ഒരു നാണവും മാനവും ഇല്ലാത്തവരാണ് നമ്മുടെ നാട്ടിലെ MLA-മാരും MP-മാരും മന്ത്രിമാരും. പാവപ്പെട്ടവനെ തൊട്ടറിയാനറിയാത്ത ഇത്തരം കർഷക കൂട്ടങ്ങളെ ജനാധിപത്യത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും കടന്നു പോകാൻ അനുവദിക്കരുത്. നമ്മൾ സർവശക്തന്മാരാണ്, നികുതിദായകരാണ്, വിധികർത്താക്കളാണ്. സമ്മതിദായകർ വിധികർത്താക്കളാണ്. ഖജനാവിലെ പണം നമ്മുടെ പണമാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണത്. അത് കവർന്നു കൊണ്ടുപോകാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഒരു കവിത പോലെ എഴുതിയിട്ടുണ്ട്. ആ കവിത ഞാൻ അവസാനിപ്പിക്കാം. അതായത്, ബഹുജനഹിതായ ഭരണം. ബഹുജനഹിതായ ഭരണം ബഹുജനങ്ങളുടെ ഇഷ്ടത്തിലാണ് ഭരിക്കേണ്ടത്. ബഹുജന സുഖായ സേവനങ്ങൾ, ബഹുജനങ്ങളുടെ നന്മയ്ക്കും അവരുടെ സുഖത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കേണ്ടത്. മാത്രവുമല്ല, ജനധന സഞ്ചയമാണ് ഖജനാവ്. അതായത് നമ്മൾ കൊടുക്കുന്ന കാശുകൾ സ്വരൂപിച്ച് സംരക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ് ഖജനാവ്. അത് നമ്മുടെ ക്ഷേമ പ്രവർത്തനത്തിന്, വരും തലമുറയുടെ ക്ഷേമ പ്രവർത്തനത്തിന് കൂടി ഉപയോഗിക്കാനുള്ളതാണ്. അത് അധികാരമേൽപ്പിക്കുന്നവൻ തരാതരം പോലെ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ലത്. അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ശമ്പളം കൊടുക്കുന്നത് അങ്ങനെയാണ്. മാന്യമായ ശമ്പളം കൊടുക്കുന്നത്. അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകൂ, നിങ്ങൾ വെളിയിൽ പോകൂ, പൊതുജനങ്ങളെ ദ്രോഹിക്കാതെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഖനന്മാർക്ക് കവർന്നിടാനുള്ളതല്ല ആ ധനം. ഖനന്മാർക്ക് കവർന്നിടാനുള്ളതല്ല ആ ധനം. അത് അവർക്ക് വിട്ടുകൊടുക്കണം. അതാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. ആ ശമ്പളം പോരാത്തവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുവാൻ രാഷ്ട്രീയക്കാരും അതുപോലെ ബ്യൂറോക്രസിയിൽ ഒരു എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഉന്നതന്മാരായ ഒരു ന്യൂനപക്ഷം ആളുകളാണ് ഈ മന്ത്രിമാരെ വഴിപരിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ പണമെല്ലാം മോഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രൂപരേഖകളും പദ്ധതികളും ഉണ്ടാക്കി കൊടുക്കുന്നത്. കള്ളക്കടത്തിനായാലും ശരി തന്നെ, നമ്മുടെ പ്രകൃതിയുടെ വിഭവങ്ങളെല്ലാം, മലയാകട്ടെ, പാറയാകട്ടെ, വെള്ളമാകട്ടെ, ഇതെല്ലാം കവർന്നു കൊടുക്കുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും കുത്തക മുതലാളിക്ക് തീരഞ്ഞു കൊടുക്കുന്നതിനും ഈ ബ്യൂറോക്രസിയിലെ ഒരുതരം ആളുകളുണ്ട്. മനുഷ്യരെല്ലാവര്, മനുഷ്യത്വമില്ലാത്ത അവരുടെ കൃപടിസ്ഥാനം ഞാനങ്ങനെ പറയുന്നു. ഭരണാധികാരികളും കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്തെ 29 വർഷമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനശീലതയാണ്. ഭരണഘടനയെ കുറിച്ച് ഒരു സുഖം ചുള്ളാമ്പോ അറിയാതെ നമ്മൾ അവകാശങ്ങൾ മാത്രം അനുഭവിക്കാൻ വേണ്ടി പിറന്നവരാണെന്നോ മറ്റും സ്വയം കർത്തവ്യങ്ങളും മറക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വേട്ടയാടുന്നത് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും. നമുക്കെതിരെ കർക്കശമായി അവരെ ആക്രോശിക്കുന്നത്.
നമ്മുടെ മുമ്പിൽ സർക്കാംഗം വീട് നമസ്കരിക്കേണ്ടവരാണ്, നമ്മുടെ പരിചാരകന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം. നമ്മുടെ വേലക്കാരെന്ന് പറഞ്ഞാലും ഒട്ടും തെറ്റില്ല. ബ്രിട്ടീഷുകാര് പബ്ലിക് സർവന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് പണം പറ്റിക്കൊണ്ട് ജനങ്ങളെ സേവിക്കാനാണ് പണം കൊടുക്കുന്നത്. ആ പണത്തിനനുസരിച്ച് ആനുപാതികമായി ഉപഭോക്താക്കൾക്ക് അർഹമായ തൂക്കത്തിലും അളവിലും സേവനങ്ങൾ കൊടുക്കാൻ ഇവരുടെ സർക്കാർ ബാധ്യസ്ഥമാണ്. ആ സർക്കാർ നയിക്കുന്ന മന്ത്രിമാരും അതിന് ബാധ്യസ്ഥരാണ്. അതിന് കഴിയില്ലെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ കഴിവുള്ളവനെ കണ്ടെത്തി കഴിവില്ലാത്തവനെ പുറത്താക്കി കൊടുക്കുന്നതാണ് ജനാധിപത്യം, ജനങ്ങളുടെ കടമ, ജനങ്ങളുടെ ശക്തി. നമസ്കാരം. വിപ്ലവ അഭിവാദനങ്ങൾ.